നമസ്കാരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന കെ നായനാരുടെ ജന്മദിനമാണ് ഡിസംബർ 9. 1919 കല്യാശ്ശേരിയിലായിരുന്നു നായനാരുടെ ജനനം. രാഷ്ട്രീയത്തിലെ മിത്രങ്ങളെയും ശത്രുക്കളെയും ഒരുപോലെ ചിരിപ്പിച്ച് കടന്നുപോയ നായനാരുടെ നിർദോഷവും നിഷ്കളങ്കവുമായ നർമ്മങ്ങൾ ആ സ്മരണകൾക്ക് കൂട്ടായി എന്നും നമുക്കൊപ്പം ഉണ്ടാകും. കേരളം ചിരിച്ചു കുഴഞ്ഞ ആ തമാശകളിലൂടെയുള്ള ഒരു കടന്നുപോക്കാണ് ഇത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ നടന്ന 1977 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും CPIയും നേതൃത്വം നൽകിയ ഭരണമുന്നണി തന്നെ അധികാരത്തിൽ വന്നെങ്കിലും 2 വർഷത്തിനുള്ളിൽ 4 മന്ത്രിസഭകളുണ്ടായ നിയമസഭയായിരുന്നു അത്. കെ കരുണാകരൻ, കെ ആന്റണി, PK വാസുദേവൻ നായർ, CH മുഹമ്മദ് കോയ എന്നിവരായിരുന്നു മുഖ്യമന്ത്രിമാർ. ഇത്ര മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായിട്ട് പോലും ആ നിയമസഭയ്ക്ക് കാലാവധി പൂർത്തിയാക്കാനായില്ല എന്നതാണ് ഏറ്റവും വലിയ തമാശ. ഈ മന്ത്രിസഭകളെ കെ നായനാർ ഫുട്ബോൾ കളിയോടാണ് ഉപമിച്ചത്. അത് ഇങ്ങനെയായിരുന്നു. 1977 മാർച്ച് 25 കരുണാകരൻ മന്ത്രിസഭ രൂപീകരിച്ചു. 30 ദിവസം കഴിഞ്ഞ് ഭരണത്തിൻ്റെ പന്ത് ആന്റണിയുടെ കോർട്ടിലാക്കി. മനസ്സില്ലാ മനസ്സോടെ ആന്റണി കളി തുടർന്നു. 16 മാസം പന്ത് PKവിക്ക് കിട്ടി. കളി തുടരാൻ നിർബന്ധിതനായി. 11 മാസം എന്നിട്ട് പന്ത് CH മുഹമ്മദ് കോയയ്ക്ക് എറിഞ്ഞുകൊടുത്തു. പിൻവാങ്ങി. അങ്ങനെ പൊളിഞ്ഞു പാളീസായ പന്ത് CH 50 ദിവസം കൂടി ഉരുട്ടി നോക്കി. രക്ഷയില്ല. ഇനി 1 ഇഞ്ച് നീങ്ങില്ല. കളി നിർത്തിപ്പിരിഞ്ഞു. കെ ആന്റണിയും വയലാർ രവിയുമൊക്കെ അടങ്ങിയ അരശ് കോൺഗ്രസ് ഇടതുമുന്നണിയോടൊപ്പമായിരുന്നപ്പോൾ വയലാർ രവിയെ കെ നായനാർ പറ്റിച്ച കഥയാണ് ഇത്. ഒരു പ്രസംഗത്തിനിടയിൽ നായനാർ തന്നെയാണ് രഹസ്യം പുറത്തുവിടുന്നത്. രവിയോട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയിൽ അല്പം സ്വയം വിമർശനമൊക്കെ പതിവാണ്. അതുകൊണ്ട് വിമോചന സമരകാലത്ത് അമേരിക്കയിൽ നിന്ന് 10 കോടി രൂപ കിട്ടിയെന്ന് ഒന്ന് തട്ടിയേക്കണം. പറഞ്ഞതുപോലെ വയലാർ രവി കേട്ടു. 1957 കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെയിറക്കാൻ 10 കോടി രൂപ കിട്ടിയെന്ന് രവി പ്രസംഗിച്ച് നടന്നു. രവിയുടെ പ്രസംഗം പത്രത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ നായനാർ പറഞ്ഞു, ഇതെടുത്ത് ഫയലിൽ വെച്ചോ, ഇവര് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാം. വൈകാതെ രവിയും കൂട്ടരും ഇടതു സഖ്യം വിട്ടു എന്നതും ചരിത്രമാണല്ലോ. കെ നായനാർ മദ്യം നിരോധിക്കാനാവില്ലെന്ന് വിശ്വസിച്ചിരുന്ന നേതാവാണ്. അതിന് തൻ്റേതായ ന്യായീകരണവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹിന്ദു പുരാണത്തിലെ ശിവൻ ഉള്ളിടത്തോളം കാലം കള്ള് നിരോധിക്കാൻ കഴിയില്ല. ശിവന് രാവിലെ ഓരോ ഗ്ലാസ് കള്ള് കിട്ടിയാലേ ഫോമിലാകൂ. പണ്ട് കള്ള് തെങ്ങിൻ ചുവട്ടിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. ശിവൻ്റെ കള്ളുകുടി സഹിക്കാനാവാതെ പാർവതി ശപിച്ചതിനാലാണ് ഇപ്പോൾ കള്ള് തെങ്ങിൻ്റെ മുകളിലായത്. നിയമസഭയിൽ അബ്കാരി ബില്ലിൻ്റെ ഭേദഗതി ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു കെ നായനാർ. അപ്പോഴാണ് തൻ്റെ പഴയ കാലത്തേക്ക് അദ്ദേഹം കടന്നുപോയത്. ഞാൻ അല്പം കള്ളു കുടിച്ചിട്ടുണ്ട്. 1930 മുതൽ കോൺഗ്രസ്സുകാരൻ ആയിരുന്നു. അന്നൊന്നും കുടിച്ചിട്ടില്ല. 1944 ഒളിവിൽ തിരുവനന്തപുരത്ത് വന്നു. ഇവിടെ അന്ന് കള്ള് സർവത്രയുണ്ട്. ഒളിവിൽ താമസിച്ചപ്പോൾ 3-4 ദിവസം കള്ള് കുടിക്കേണ്ടി വന്നു. സഭയാകെ ചിരിയിലമർന്നപ്പോൾ നായനാർക്ക് വീര്യമേറി. അദ്ദേഹം കള്ള് പുരാണം ഇങ്ങനെ തുടർന്നു. എൻ്റെ ഫാദർ നല്ലവണ്ണം കുടിക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ തെറ്റിയത് അങ്ങനെയാണ്. 1984 നിയമസഭയിലെ ചോദ്യോത്തരവേള. ഭരണഭാഷ മലയാളമാക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കിടയിൽ ലോനപ്പൻ നമ്പാടൻ്റെ ആവശ്യം ഇങ്ങനെയായിരുന്നു: ശിലാഫലകങ്ങളിലെല്ലാം മലയാളത്തിൽ എഴുതണം എന്ന് നിർദ്ദേശിക്കണം. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവരും വായിക്കണ്ടേ എന്നായി സ്പീക്കറുടെ സംശയം. അപ്പോഴേക്കും കെ നായനാരുടെ ചോദ്യമെത്തി. മലയാളം ഭരണഭാഷയാക്കുന്നത് പരിശോധിക്കാനുള്ള റിവ്യൂ കമ്മിറ്റിയെ ബൈപ്പാസ് ചെയ്ത് ക്യാബിനറ്റിൽ ഡിസിഷൻ എടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുമോ? മലയാളത്തിനു വേണ്ടിയുള്ള നായനാരുടെ ഇംഗ്ലീഷ് കേട്ടിട്ട് സഭ ഒന്നാകെ ചിരിച്ചുപോയി. കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം നിയമസഭയിൽ ചോദ്യോത്തരവേള നടക്കുകയാണ്.
ഭരണഭാഷ മലയാളമാക്കുന്നതിനെക്കുറിച്ച് തന്നെയാണ് ചോദ്യങ്ങൾ. മറുപടി നൽകുന്നത് നയനാർ. ഇ.കെ. നായനാരോട് സീതി ഹാജി ചോദിച്ചു, അപ്പോൾ റേഷൻ കാർഡിന് എന്തു പറയും? ഉടനെത്തി നയനാരുടെ മറുപടി, അരിച്ചീട്ട്. കായംകുളം താപവൈദ്യുതി നിലയം വൈകുന്നത് സംബന്ധിച്ച് പരാതികൾ ഉയർന്ന കാലം. പ്രതിപക്ഷ നേതാവായിരുന്ന ഇ.കെ. നായനാർ ശ്രോതാക്കളെ ഹരം കൊള്ളിക്കാനായി ഒരു കഥ ചമച്ചു. ഒരു ദിവസം കായംകുളം വഴി കാറിൽ പോകുമ്പോൾ റോഡിൽ നിന്ന് ഒരു കരച്ചിൽ, നായനാരെ രക്ഷിക്കണേ, നായനാരെ രക്ഷിക്കണേ. ഞാൻ കാർ നിർത്തി നോക്കിയപ്പോൾ കരയുന്നത് 3 കല്ലുകളാണ്. കായംകുളം താപനിലയത്തിനു വേണ്ടി ഇട്ട കല്ലുകൾ. കേന്ദ്രമന്ത്രി N.K.P. സാൽവെ, മുഖ്യമന്ത്രി കെ കരുണാകരൻ, കേന്ദ്രമന്ത്രി P.J. കുര്യൻ എന്നിവർ മത്സരിച്ചിട്ട കല്ലുകൾ. കാർ അപകടത്തിൽപ്പെട്ട് ചികിത്സ കഴിഞ്ഞെത്തിയ മുഖ്യമന്ത്രി കെ കരുണാകരനു വേണ്ടി ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം കുഴിച്ചത് വലിയ വിവാദമായി. ഇതേക്കുറിച്ചുള്ള നയനാരുടെ പ്രതികരണം വലിയ തമാശയുമായി. കരുണാകരനു വേണ്ടി ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം കുഴിച്ചോട്ടെ, പക്ഷേ അയാൾ നാട് കുളമാക്കരുത്. EMSന്റെ മരണശേഷം കേരളത്തിലെത്തിയ രാഷ്ട്രപതി KR നാരായണൻ EMSന്റെ ഭാര്യ ആര്യ അന്തർജനത്തെ സന്ദർശിക്കാൻ കോട്ടൺ ഹില്ലിലെ അവരുടെ ഫ്ലാറ്റിൽ പോയി. അന്നത്തെ മുഖ്യമന്ത്രി ഇ.കെ. നായനാരാണ് രാഷ്ട്രപതിയെ അങ്ങോട്ട് കൊണ്ടുപോയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ KR നാരായണനോട് നായനാരുടെ ചോദ്യം, അല്ല, ഇവിടെ നിന്ന് ചുറ്റിത്തിരികയാണോ? നമുക്ക് പോകണ്ടേ? എനിക്ക് വേറെ ജോലിയുണ്ട്. തനിക്ക് തിരക്കുണ്ട് എന്ന് രാഷ്ട്രപതിയോട് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ KR നാരായണൻ അന്ന് ആദ്യമായി പരിചയപ്പെടുകയായിരുന്നു. ഇംഗ്ലീഷ് അറിയാമായിരുന്നിട്ടും ഇംഗ്ലീഷിലെ പദപ്രയോഗങ്ങളിലൂടെ ഇ.കെ. നായനാർ ചിരിയുടെ അരങ്ങുയർത്തിയ സന്ദർഭങ്ങൾ അനവധിയാണ്. ഒരിക്കൽ രാഷ്ട്രപതി KR നാരായണന് കേരളത്തിലേക്കുള്ള യാത്ര വൈറൽ ഫീവർ മൂലം മാറ്റിവെക്കേണ്ടി വന്നു. മുഖ്യമന്ത്രി പറഞ്ഞു വന്നപ്പോൾ രാഷ്ട്രപതിയുടെ അസുഖം വയർലെസ് ഫീവറായി. പ്രശസ്ത പത്രപ്രവർത്തകൻ കുൽദീപ് നയ്യാർ കാണാൻ ചെന്നപ്പോൾ സുശീല നയ്യാർ എന്നാണ് നായനാർ സംബോധന ചെയ്തത്. പലതവണ ഓർമ്മിപ്പിച്ചിട്ടും നയനാർ അതുതന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നതായി നയ്യാർ തന്നെ സാക്ഷ്യപ്പെടുത്തി. ലോക്സഭാ സ്പീക്കറായിരുന്ന P.A. സാങ്മ കേരളത്തിൽ വന്നപ്പോൾ നയനാർ അഭിസംബോധന ചെയ്തത് തങ്കമ്മ എന്നായിരുന്നു. ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് BJP ദേശീയ നിർവാഹക സമിതിയിൽ കേരള സർക്കാരിനെതിരെ വിമർശനമുയർന്നു. ഇതിൻ്റെ വാർത്ത പത്രങ്ങളിൽ കണ്ട നയനാരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, മലയാള പത്രങ്ങൾ ഇത്ര ഡൗൺ ട്രോഡൻ ആവരുത്, തരം താഴരുത് എന്നേ നയനാർ ഉദ്ദേശിച്ചുള്ളൂ. ഇൻഫർമേഷൻ ടെക്നോളജിയെക്കുറിച്ച് അധികമൊന്നും അറിയാത്തവർ പോലും അതേക്കുറിച്ച് വാചാലരാകുന്നതിനിടയിൽ നയനാർ ഒരു യോഗത്തിൽ അതിനെ ഇൻ്റർനാഷണൽ ടെക്നോളജി എന്നാണ് വിളിച്ചത്. സെൽഫോണിനെ അദ്ദേഹം സെല്ലുലോയിഡ് എന്നും വിളിച്ചു. ഒരിക്കൽ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡ് കൗൺസിലർ ഇ.കെ. നായനാരോട് പറഞ്ഞു അത്രേ, ഒരു ദിവസം എൻ്റെ വാർഡ് മുഴുവൻ കാറിൽ ചുറ്റിക്കാണാൻ 6 മണിക്കൂർ എടുത്തു. നായനാരുടെ മറുപടി ഇങ്ങനെയായിരുന്നു, അത്തരമൊരു കാർ എനിക്കുമുണ്ടായിരുന്നു, ഞാനത് കിട്ടിയ വിലയ്ക്ക് കൊടുത്തു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങാണ് വേദി. മുഖ്യമന്ത്രി ഇ.കെ. നായനാരാണ് മുഖ്യാതിഥി. അവാർഡ് ജേതാവായ യേശുദാസ് ഇരിക്കുന്നത് പിൻനിരയിലാണ്. ഇതുകണ്ട് നയനാർ യേശുദാസിനോട് കാര്യം തിരക്കി. ഞാനൊരു പിന്നണി ഗായകനല്ലേ എന്നായിരുന്നു യേശുദാസിൻ്റെ മറുപടി. നിങ്ങൾ കേരളത്തിലെ മുന്നണി ഗായകനാണ് എന്ന് പറഞ്ഞ് ഇ.കെ. നായനാർ യേശുദാസിനെ മുന്നിലെ സീറ്റിൽ പിടിച്ചിരുത്തി.